സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് പാടുള്ള ഒരു ടോപ്പിക് ആണല്ലേ. എന്നാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 6 ഗ്രാം ഹൈഡ്രജൻ 40 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തുക. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതാൻ നമുക്ക് കിട്ടും 2H2 plus O2 gives 2H2O എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഇക്വേഷൻ അനലൈസ് ചെയ്താൽ മനസ്സിലാവും 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത 36 ഗ്രാം വാട്ടറും. അതായത് 34 ഗ്രാം ഹൈഡ്രജനെ റിയാക്ട് ചെയ്യണമെങ്കിൽ 32 ഗ്രാം ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ വേണം? 1 ഗ്രാം ഹൈഡ്രജനെ റിയാക്ട് ചെയ്യാൻ 32/4 8 ഗ്രാം ഓക്സിജൻ വേണം. ഇനി നമ്മുടെ കയ്യിൽ 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ 6 ഗ്രാം ഓക്സിജനെ റിയാക്ട് ചെയ്യണമെങ്കിൽ 8 × 6 48 ഗ്രാം ഓക്സിജൻ വേണം. നമ്മുടെ കയ്യിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 40 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടതിലും കുറവാണ് ഓക്സിജന്റെ അളവ്. സോ ഓക്സിജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. ഈസി.